കട്ടച്ചിറയിൽ അകാലത്തിൽ വേർപിരിഞ്ഞുപോയ ബേസിൽ എന്ന ഒരു കുഞ്ഞിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് മുമ്പിൽ പ്രത്യേകമായി സ്നേഹപുഷ്പം സമർപ്പിച്ചുകൊണ്ട് പറയട്ടെ. ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അവിടെ നാടകങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിച്ചത്. പോലീസ് അധികാരികൾ നൽകിയ നിർദ്ദേശപ്രകാരം ഓർത്തഡോക്സ് സഭയിലെ ചുമതലക്കാർ പള്ളിയുടെ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുക്കുകയും ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറിക്കൊടുക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കുഞ്ഞിന്റെ ശവസംസ്കാരമാണ്, നിയമം തെറ്റിച്ചാലും അവർ നടത്തുന്നെങ്കിൽ നടത്തിക്കൊള്ളട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ മാറി നിൽക്കുകയായിരുന്നു ഓർത്തഡോക്സ് സഭയിലെ വൈദികരും പള്ളിയിലെ ചുമതലപ്പെട്ടവരും മറ്റു വിശ്വാസികളും എല്ലാം മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ നിയമം അനുവദിക്കാത്ത ആളുകൾ തന്നെ അതിനകത്തേക്ക് കയറി ശവസംസ്കാരം നിയമവിധേയമല്ലാത്ത രീതിയിൽ നടത്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് സംഘർഷങ്ങൾ അവിടെ സ്വയം സൃഷ്ടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഒരു ചെറിയ കലാപ നാടകം അവിടെ ഉണ്ടാക്കിയതാകുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇതാണ് ഈ കട്ടച്ചിറ നടന്നു എന്ന് പറയുന്ന സംഭവം. ഇതാണ് കലാപ നാടകം എന്ന് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ വന്ന ശവസംസ്കാരത്തിന് വന്ന യാക്കോബായ വിശ്വാസികളെയും വൈദികരെയും ക്രൂരമായി തല്ലിച്ചതച്ചു. ആണ് CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ആരും ഇല്ലായിരുന്നു. 62 പള്ളി പിടിക്കുന്നിടത്തും ഇന്ത്യൻ ഓർത്തഡോക്സുകാരില്ലായിരുന്നു, കൂലിപ്പട്ടാളമായിരുന്നു. കോടതി വിധികളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അല്ലെ ദുർവ്യാഖ്യാനം നടത്തുകയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും പോലീസിന്റെ ദുരുപയോഗത്താലും യാക്കോബായക്കാരുടെ 62 പള്ളികളാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പിടിച്ചെടുത്തത്. അതിനകത്തൊന്നും ഇന്ത്യൻ ഓർത്തഡോക്സുകാരില്ല. കാരണം ഇന്ത്യൻ ഓർത്തഡോക്സുകാരിൽ അങ്ങനെ ആളുകളില്ല. അതൊരു ട്രസ്റ്റാണ്. അതിനകത്ത് ആർക്കും ട്രസ്റ്റ് ഇല്ല, അതിനകത്ത് ആളുകളില്ല. അപ്പൊ അവർ പോലീസിനെ ഉപയോഗിച്ചാണ് ഈ 62 പള്ളിയും പിടിച്ചത്. അപ്പൊ അവിടെ എവിടെയായിരുന്നു ഇന്ത്യൻ ഓർത്തഡോക്സുകാർ? മുളന്തുരുത്തി പള്ളി പിടിച്ചെടുത്ത് എവിടെയാ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ? പിറവം പള്ളി പിടിച്ചെടുത്ത് എവിടെയാ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ? ചോരക്കുഴി പള്ളി പിടിച്ചോണ്ട് പോയെടുത്ത് എവിടെയാ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ? ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എവിടെയാണ്? കന്യാട്ടുകര പള്ളി പിടിച്ചെടുത്ത് എവിടെയാ? മുള്ളരിങ്ങാട് പള്ളി പിടിച്ചെടുത്ത് എവിടെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ഉണ്ടായിരുന്നത്? എല്ലാം പോലീസിനെ ഉപയോഗിച്ചല്ലേ നിങ്ങൾ പിടിച്ചെടുത്തേ. എന്നിട്ട് ഇപ്പൊ ഇവിടെ കട്ടച്ചിറ പള്ളി അവിടെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരില്ലായിരുന്നു എന്ന് പറയുന്നത് എന്ത് ന്യായമാണത്? ഇന്ത്യൻ ഓർത്തഡോക്സുകാർ തീരെ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ആ ഒരു ബാലൻ മരിച്ചു എന്ന പത്രവാർത്ത അറിഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ഇന്ത്യൻ ഓർത്തഡോക്സുകാരൻ ഈ ശവസംസ്കാരം കൂടാൻ വേണ്ടി വന്നു. പത്രത്തിൽ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ ഇങ്ങനെ അപകടത്തിൽ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം മിലിറ്ററി ജോലി കഴിഞ്ഞ് അടുത്ത കാലത്ത് റിട്ടയർ ആയിട്ട് നാട്ടിൽ വന്നു. അപ്പൊ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒന്നും വലിയ പിടിയില്ലായിരുന്നു. അപ്പൊ ആ പാവപ്പെട്ടവൻ എന്ത് ചെയ്തു? ഈ ശവസംസ്കാരത്തിന് വന്നു. പോലീസുകാരുടെ അദ്ദേഹത്തിന് നല്ല തല്ല് കിട്ടി. നമുക്കിത് കാണാം. ഇതിനകത്ത് കാരണം ആ ചുവന്ന ഷർട്ട് ഇട്ട് പോകുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരനാണ്. അയാൾ നല്ല തല്ല് മേടിച്ച് കിട്ടുന്നുണ്ട്. ഒന്നും അറിയാതെ പോയത് കേട്ടോ. ഇതിനകത്ത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ഒരു മനസ്സറിവും ഇല്ലെന്നുള്ളതാണ് ഇവര് പറയുന്നത്. അപ്പൊ അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. അപ്പൊ ഇത് ഒരു പാവപ്പെട്ട ഇന്ത്യൻ ഓർത്തഡോക്സുകാരൻ പോലീസുകാരുടെ നിന്ന് അദ്ദേഹം തൊഴിൽ മേടിച്ചു എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തെ അറിയത്തില്ല, അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ പള്ളിയിലുള്ള അല്ല, അദ്ദേഹം ഒരു സമീപ പള്ളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലോസ് വീഡിയോ ഞാൻ കാണിക്കാം. ഇതൊരു ഇന്ത്യൻ ഓർത്തഡോക്സുകാരനാണ്. ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് വെറുതെ തൊഴിൽ മേടിച്ച ഒരാളാണ്. കണ്ടോ? ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് ഇദ്ദേഹത്തെ പോലീസ് തല്ലി. ഒന്നും അറിഞ്ഞ മനുഷ്യനല്ല, അതുവഴി വെറുതെ പോയതല്ല, ഇങ്ങനൊരു മോൻ മരിച്ചു എന്നറിഞ്ഞെന്ന അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അദ്ദേഹവും തല്ലുകൊണ്ട്. ഇനി നിങ്ങൾ പറ, ഇത് യാക്കോബായക്കാർ തന്നെ തല്ലുതാണോ? അല്ല, പോലീസിനെ ഉപയോഗിച്ചു. മുളന്തുരുത്തി പള്ളിയിൽ യാക്കോബായ സഭയുടെ മെത്രാന്മാര് തല്ലുകൊണ്ടു.
പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായ ഒരു യാക്കോബായ മെത്രാൻ അധികം താമസിക്കാതെ അദ്ദേഹം കാലം ചെയ്തു. മർദ്ദനമേറ്റാണ് മരിച്ചത്. യാക്കോബായക്കാരാണോ? അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് പറയും ഞങ്ങളല്ല. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം യാക്കോബായക്കാരുടെ പള്ളികളിൽ ഈ അശാന്തി ഉണ്ടാക്കുന്നതും ഈ അസമാധാനം ഉണ്ടാക്കുന്നതും ഈ കലഹം ഉണ്ടാക്കുന്നതും ഈ പറഞ്ഞ കഞ്ഞിക്കുഴി കാതോലിക്ക ബാവയാണ്. ആ ഒപ്പം നിൽക്കുന്ന ആളാണ് ഈ ദിയസ്കോറോസ് മെത്രാച്ചൻ. എന്നിട്ട് ചെകുത്താൻ വേദം ഓതുന്ന പോലെ അദ്ദേഹം എന്ന് പറയാം ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളൊക്കെ വളരെ നീതിമാന്മാരും മര്യാദക്കാരുമാണ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു, യാക്കോബായക്കാർ നാടകം നടത്തുകയായിരുന്നു. ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ായി മാറിയ ജോർജ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വൈദികന്റെ സംഭാഷണം ഇപ്പോൾ മറ്റ് യൂട്യൂബിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഓർത്തഡോക്സുകാർ ഒരാൾ പോലും ഞങ്ങളെ തടഞ്ഞിട്ടില്ല. ഓർത്തഡോക്സുകാർ ഒരാൾ പോലും പിറവംപള്ളിയിൽ ഇല്ലായിരുന്നു. ഓർത്തഡോക്സുകാർ ഒരാൾ പോലും മുളന്തുരുത്തി പള്ളി പിടിക്കാനില്ലായിരുന്നു. മെത്രാച്ചൻ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കല്ലേ?